Hello. എക്സ്ട്രാ ഫാഷൻ ബുട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. പിന്നെ നമ്മൾ വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ കളക്ഷൻ ആയിട്ടാണ്. ഇപ്പം നമ്മുടെ വ്യൂവേഴ്സ് ആയിട്ടുള്ള യൂട്യൂബിന്റെ വ്യൂവേഴ്സ് ആയിട്ടുള്ള ഒത്തിരി ആൾക്കാർ നമ്മളെപ്പോലെ എംബ്രോയിഡറി വർക്കുകൾ ചെയ്യുന്നവരുണ്ട്. കസ്റ്റമേഴ്സ് മാത്രമല്ല, നമ്മുടെ വീഡിയോസ് ഇൻസ്പയർഡ് ആയിട്ടും അതുപോലെ നേരത്തെ തൊട്ട് എംബ്രോയിഡറി ചെയ്യുന്നതും എംബ്രോയിഡറി വർക്കുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നതായിട്ട് ഒത്തിരി ആൾക്കാർ നമ്മുടെ വീഡിയോസ് കാണാറുണ്ട്. നമ്മുടെ വർക്ക് പോലെയുള്ള വർക്കുകൾ ചെയ്യാറുണ്ട്. ഇതുപോലെ ഹോബി ആയിട്ടൊക്കെ വീട്ടിലിരുന്ന് ഇങ്ങനത്തെ വർക്ക് ചെയ്യുന്ന ഒത്തിരി ആൾക്കാർ ആ ഒരു വർക്ക് കാണാൻ വേണ്ടി, പുതിയ പുതിയ ഡിസൈൻസ് ഒക്കെ കാണാൻ വേണ്ടിയൊക്കെ നമ്മുടെ ചാനൽ കാണുന്നുണ്ട്. അപ്പം അന്ന് തൊട്ട് നമ്മുടെ അടുത്ത് ഒത്തിരി ആൾക്കാരും വിളിക്കുന്ന സംസാരിക്കാറും ഒക്കെ ഉണ്ട്. അവരുടെ പ്രോഡക്ട്സ് കൂടെ നമ്മുടെ ചാനൽ ത്രൂ സെല് ചെയ്യാവോ, അവരുടെ പ്രോഡക്ട്സ് കൂടെ നമ്മുടെ ഇതിൽ സബ്സ്ക്രൈബ് വീഡിയോസിൽ കാണിക്കാമോ എന്നൊക്കെ നമ്മളോട് വിളിച്ച് ചോദിക്കാറുണ്ട്. ഇതുവരെ നമ്മൾ അങ്ങനത്തെ കളക്ഷൻസ് ഒന്നും നമ്മുടെ ഒരു ചാനലിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ തൊട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ സബ്സ്ക്രൈബേഴ്സ് കളക്ഷൻ ഒരു പുതിയൊരു ഇത് തുടങ്ങുവാണ്. അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവർ ചെയ്ത ചെറിയ വർക്കുകൾ ഡിസ്പ്ലേ ചെയ്യാനും ആ വർക്കുകൾ ആർക്കെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ത്രൂ അത് അവർക്ക് വാങ്ങിക്കാനും, അതായത് വേറെ കസ്റ്റമേഴ്സിനൊക്കെ അത് വാങ്ങിക്കാനും ഒക്കെ ഒരു വേദിയായിട്ട് നമ്മൾ നമ്മുടെ യൂട്യൂബ് വീഡിയോസ് കൊണ്ടുവരുവാണ്. അപ്പം അതുപോലെ നമുക്കൊരു സബ്സ്ക്രൈബേഴ്സ് ആദ്യമായിട്ട് അയച്ചു തന്ന കുറച്ച് സാരീസാണ് നമ്മളിന്ന് കാണുന്നത്. ഈ സാരീസൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ ആ സാരി നമ്മൾ തന്നെ അയച്ചു തരുന്നതായിരിക്കും. നമുക്ക് സാരീസ് ഒന്ന് കാണാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് ഈ ഒരു പിസ്ത ഗ്രീൻ കോട്ടൺ ചെക്കോട്ട സാരിയാണ്. ഇതിനകത്ത് മെറൂൺ ഷെയ്ഡിൽ വന്നിരിക്കുന്ന റിബൺ എംബ്രോയിഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് വെച്ചിട്ട് സ്റ്റെംസും അതുപോലെ ലീവ്സും എല്ലാം കൊടുത്ത് ഒരു മെറൂൺ ഷെയ്ഡ് വെച്ചിട്ട് റിബൺ എംബ്രോയിഡറി വെച്ചിട്ടാണ് ഈ ഒരു പെറ്റൽസ് എല്ലാം ചെയ്തിട്ടിരിക്കുന്നത്. 3 ഫ്ലവേഴ്സും 3 പെറ്റൽസ് ഉള്ള 3 ഫ്ലവേഴ്സ് വീതമാണ് ഒരു ഡിസൈനിൽ കൊടുത്തിരിക്കുന്നത്. ഈ ലീവ്സ് ഒക്കെ വന്നിരിക്കുന്നത് ഫ്ലൈ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടും ഈ ലീവ്സ് എല്ലാം നമ്മുടെ ലേസി ഡേസി സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടുമാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഈ ഒരു ചെറിയ ഡിസൈൻ നമ്മൾ ഓൾ ബോർഡറിൽ വരുന്നത് പോലെ ഓൾമോസ്റ്റ് ഒരു 15 ഫ്ലവേഴ്സ് ഈ ഒരു സാരിയിൽ ചെയ്തിട്ടുണ്ട്. മുന്താണിയിൽ തന്നെ ഇതുപോലത്തെ 3 ഫ്ലവർ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, മുന്താണിയുടെ സെൻട്രൽ പോർഷനിൽ വരുന്നത് പോലെ ഒരു ഡിസൈൻ, അതുപോലെ മുന്താണിയുടെ അപ്പുറത്തെ എൻഡിൽ വരുന്നത് പോലെ ഒരു ഡിസൈൻ, അങ്ങനെ ആ ഒരു പല്ലുവിൻ്റെ എൻഡിൽ ഫുൾ ആ ഒരു 3 ഡിസൈൻ വരുന്നുണ്ട്. അതുകൂടാണ്ട് റണ്ണിങ് പോർഷനിലോട്ട് വരുമ്പോഴും അതുപോലെ അടുത്തടുത്ത് തന്നെ ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് തന്നെ ഈ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിന് ആ ഒരു ഫ്ലവേഴ്സിന് ഹൈലൈറ്റ് ആയിട്ട് നടുക്കൊരു നല്ലൊരു യെല്ലോ ഷെയ്ഡിൽ ഫ്രഞ്ച് നോട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഈ ഒരു ഗ്യാപ്പ് വിട്ടിട്ട് ഇങ്ങനെ 3 ഫ്ലവേഴ്സാണ് ഇതിൻ്റെ റണ്ണിങ് പോർഷനിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം സൈസ് കുറവാണെങ്കിലും ഇത്രയും അടുത്തടുത്ത് ഫ്ലവേഴ്സ് വരുന്നത് കൊണ്ട് തന്നെ അത് തന്നെയല്ല ഈ ഒരു പിസ്ത ഗ്രീൻ മെറൂൺ കോമ്പിനേഷനും നല്ല കോൺട്രാസ്റ്റ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് ഇത് ഉടുത്ത് വരുമ്പോഴത്തേനും വരും. നമുക്ക് ഉടുത്തിട്ടുള്ളൊരു ഫോട്ടോയും ഷോർട്സ് പോലെ ഇൻക്ലൂഡ് ചെയ്യും ഇതിനകത്ത്. അപ്പോൾ ഈ ഫ്ലവേഴ്സൊക്കെ നമ്മൾ ഉടുത്ത് വരുമ്പം എങ്ങനെ വരും എന്നുള്ളതോട് കുറച്ച് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ഇതുപോലെ 3 ഫ്ലവേഴ്സ് നമ്മൾ മുമ്പേ കണ്ടതിനേക്കാളും കുറച്ചും കൂടെ 2 ലീഫും ഒരു ചെറിയ സ്റ്റെം കൂടെ ഒക്കെ വരുന്നത് ഇച്ചിരി ലെങ്ത് കൂട്ടി തന്നെയാണ് ഇത് ചെസ്റ്റ് പോർഷനിലെ 3 ഫ്ലവേഴ്സ് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗി തന്നെ ഈ പറഞ്ഞ പോലെ സിമ്പിൾ സാരിയാണ്. പക്ഷേ ആ ഒരു റിബൺ എംബ്രോയിഡറി ഈ റിബണിൻ്റെ ഒരു ഗ്ലേസിംഗ് ഉണ്ടല്ലോ, നമ്മൾ സാറ്റൻ റിബൺ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു റിബൺ എംബ്രോയിഡറി ചെയ്യുന്നത്. അപ്പോൾ ആ സാറ്റൻ്റെ ഒരു ഗ്ലേസിങ്ങും അതുപോലെ ഈ ഒരു കളർ കോമ്പിനേഷൻ്റെ ഒരു എലഗൻസും ഒക്കെ ഈ ഒരു സാരി ഉടുത്ത് വരുമ്പോഴത്തേനും നല്ല ഭംഗിയായിട്ട് തന്നെ വരും. നെക്സ്റ്റ് ഇതിൻ്റെ ബോട്ടം പോർഷനിലും ഇതുപോലെ തന്നെ ഫുൾ ആ ഒരു 6 ഫ്ലവേഴ്സ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, 6 ഫ്ലവേഴ്സ് ഇങ്ങനെ ഈ ഒരു ഗ്യാപ്പ് വിട്ടിട്ട് ഇതിൻ്റെ ബോട്ടം പോർഷനിൽ ഫുള്ളായിട്ട് വരുന്നുണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെ ഇത് ഉടുക്കുമ്പോഴത്തേനും ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഫുൾ വർക്ക് ചെയ്തൊരു സാരിയുടെ ഒരു ഫീല് വരുന്ന പോലത്തെ ഒരു ഡിസൈനാണ് ഈ ഒരു സാരി. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ നമ്മുടെ സബ്സ്ക്രൈബറായിട്ടുള്ള ഒരാൾ നമുക്ക് അയച്ചു തന്നൊരു സാരി. അവർ ഭയങ്കര നീറ്റായിട്ട് തന്നെ നല്ല ഭംഗിയായിട്ട് ഈ ഒരു സാരി ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ കൂടെ ബ്ലൗസ് ഇല്ല, സാരി മാത്രമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് 1810 1810 റുപ്പീസാണ്. ഷിപ്പിംഗ് ചാർജ് അഡീഷണൽ ആണ്. അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു സാരി വാങ്ങിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം. നെക്സ്റ്റ് കാണിക്കുന്നത് ഈ ഒരു പിങ്ക് ഷെയ്ഡ് സാരി. അതൊരു ടൊമാറ്റോ പിങ്ക് എന്ന് പറയുന്ന പോലെ നമ്മൾ പ്ലെയിൻ സാരീസൊക്കെ കൊടുക്കുമ്പോഴാണെങ്കിലും ബേബി പിങ്കിനേക്കാളും കുറച്ച് ഡാർക്കർ ഷെയ്ഡ് പിങ്ക് വരുന്ന പോലത്തെ ഒരു പിങ്ക് ഷെയ്ഡിലുള്ള കോട്ടൺ ചെക്കോട്ട സാരി തന്നെയാണ്. ഈ സാരിയിൽ നമ്മളൊരു ലാവൻഡറും മജന്തയും കോമ്പിനേഷനിലുള്ള ഫ്ലവേഴ്സാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ലേസി ഡേസി സ്റ്റിച്ചിൻ്റെ എൻഡിൽ ഫ്രഞ്ച് നോട്ട് വരുന്നത് പോലത്തെ ഒരു പാറ്റേണിലുള്ള ഈ ഒരു ഫ്ലവേഴ്സ് ചെയ്തിരിക്കുന്നത്. തിക്കായിട്ടുള്ള പെറ്റൽസ് വെച്ചിട്ട് നല്ലതായിട്ട് ഫില്ല് ചെയ്താണ് ഈ ഒരു ഫ്ലവേഴ്സ് ചെയ്തിരിക്കുന്നത്. ഇത് അത്യാവശ്യം ഈ ഒരു ലെങ്തിൽ, എൻ്റെ ഒരു കൈപ്പത്തിയുടെയൊക്കെ ഒരു ലെങ്തിൽ വരുന്ന പോലെ ആ ഒരു വലുപ്പത്തിലാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വലിയ വലുപ്പമുള്ള ഫ്ലവേഴ്സ് അല്ല, എന്നാലും
അത്യാവശ്യം നോർമലി ഒരു സൈസുള്ള ഒരു ഫ്ലവേഴ്സ് 6 ഫ്ലവേഴ്സ് വരുന്ന പോലത്തെ ഒരു ബഞ്ച് ഒരു നല്ല തിക്കായിട്ട് തന്നെയാണ് ചെയ്തെടുത്തിരിക്കുന്നുണ്ട്. ഭയങ്കര ക്ലോസ് ആയിട്ട് ആ ഫ്ലവേഴ്സ് ചെയ്തിരിക്കുന്നത്. അതുപോലെ പെറ്റൽസ് ആണെങ്കിൽ ഭയങ്കര തിക്കായിട്ട് തന്നെ ചെയ്തിരിക്കുന്നത്. ഒരു ഫ്ലവറിൽ തന്നെ നിറച്ചും പെറ്റൽസ് വരുന്ന പോലെ ഈ ഒരു പാറ്റേൺ ചെയ്തിരിക്കും. നമ്മൾ നോർമലി ലേസി ഡേയ്സിൽ ഇത്രയും തിക്ക് പാറ്റേൺസ് ഇങ്ങനെ കൊടുക്കാതെ കുറച്ചും കൂടെ ഗ്യാപ്പ് ഇട്ടാണ് നോർമൽ ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്ത് തിക്കായിട്ട് ആ ഒരു ഡാലിയ ഫ്ലവറിൻ്റെ ഒക്കെ ഒരു ലുക്കൊക്കെ വരുന്ന പോലെ നിറച്ചും തിക്ക് പെറ്റൽസ് വരുന്ന പോലെയാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് സെൻറ്ററിൽ ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡ് വെച്ചിട്ടുള്ള ഫ്രഞ്ച് നോട്ട്സും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പല്ലു പോർഷനിൽ ഒരു കോർണറിൽ വരുന്ന ഡിസൈനാണിത്. നെക്സ്റ്റ് ഇതിൻ്റെ സെൻട്രൽ പോർഷനിൽ ഇതുപോലെ നേരത്തെ നമ്മൾ കാണിച്ച സാരി പോലെ തന്നെ സെൻട്രൽ പോർഷനിൽ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ പല്ലുവിൻ്റെ മറ്റേ എൻഡിൽ വരുന്നിടത്തും ഈ സെയിം സൈസിലുള്ള ഒരു ഡിസൈൻ കൊടുത്തത്. അങ്ങനെ പല്ലുവിൽ 3 ഡിസൈൻസാണ്, സെയിം വലുപ്പത്തിലുള്ള 3 ഡിസൈൻസാണ് ഇതിൻ്റെ പല്ലുവിൽ ചെയ്തെടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്ന ഇതിൻ്റെ റണ്ണിങ് പോർഷനിലും ഇതേ വലുപ്പത്തിൽ തന്നെ ഉള്ളൊരു ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. സെയിം സൈസിൽ തന്നെ ഇതിനകത്ത് എല്ലാ ഡിസൈൻസും ഈ ഒരു സെയിം വലുപ്പത്തിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു പല്ലുവിൻ്റെ ആ ഒരു റണ്ണിങ് പോർഷനിൽ വരുന്നിടത്തും ആ ഒരു സെയിം കളർ കോമ്പിനേഷൻ വെച്ച് അതേ വലുപ്പത്തിൽ തന്നെ ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിലാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ചെസ്റ്റ് പോർഷനിൽ 2 ഡിസൈൻസാണ് കൊടുത്തിരിക്കുന്നത്. ഇതുണ്ടോ 2 ഡിസൈൻസ് ചെസ്റ്റ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. ഈ പറഞ്ഞാൽ ഇതും അത്യാവശ്യം നല്ല കോൺട്രാസ്റ്റ് ആയിട്ടുള്ളൊരു കളർ കോമ്പിനേഷൻ. എന്നാൽ നമ്മൾ മുമ്പേ കണ്ട അത്ര കോൺട്രാസ്റ്റ് അല്ല, എന്നാൽ പോലും അതിനൊരു ഫ്ലവേഴ്സ് ഇത്രയും തിക്ക് പെറ്റൽസ് ഒക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു ഭംഗിയായിരിക്കും ഇത് ഉടുത്ത് വരുമ്പോഴത്തേനും കാണാനായിട്ട്. നോർമലി നമ്മൾ കണ്ടുവരുന്നൊരു കളർ കോമ്പിനേഷനൊന്നും അല്ലാണ്ട് കുറച്ചും കൂടി ഒരു ഡിഫറെൻ്റ് ആയിട്ടൊക്കെയുള്ള സാരീസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒന്ന് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു നല്ല സാരിയാണ്. അതുപോലെ തന്നെ ഗ്രീനൊക്കെ ആണെങ്കിലും നല്ല ഹൈലൈറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. ലേസി സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് അതിനകത്ത് ലീഫ് പാറ്റേൺസ് എല്ലാം ചെയ്തെടുത്തിരിക്കുന്നത്. ലീവ്സൊക്കെ ആണെങ്കിലും തിക്കായിട്ട് ഈ ഒരു ഡിസൈനിനകത്ത് ഫുള്ളും നിറച്ച ഒരു വർക്ക് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിൻ്റെ റൈറ്റ് ലെഗ് പോർഷനിലാണ് ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. റൈറ്റ് ലെഗ് പോർഷനിൽ വരുമ്പം വെർട്ടിക്കലായിട്ട് വരുന്നത് പോലെ ഈ ഒരു സെയിം ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ലെഗ് പോർഷനിലേക്ക് വരുമ്പോൾ ഇത് കണ്ടോ, നമ്മൾ നോർമലി സാരീസിലൊക്കെ കൊടുക്കാറുള്ളത് പോലെ വെർട്ടിക്കൽ ആയിട്ട് സ്റ്റാൻഡിങ് പോസിൽ ഈ ഒരു സെയിം സൈസിലുള്ളൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 7 ഡിസൈൻസാണ് ഈ സാരി കൊടുത്തിരിക്കുന്നത്. ഈ സാരിയും 5.5 മീറ്റർ സാരി ആയിട്ടാണ്, ബ്ലൗസ് അറ്റാച്ച്ഡ് ആയിട്ടില്ല. ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് 1650 റുപ്പീസാണ്. 7 ഡിസൈൻസ് ഉള്ളൊരു സാരിയാണ്. ഒരു ഡിസൈൻ റൈറ്റ് ലെഗ് പോർഷനിലും 2 ഡിസൈൻസ് ചെസ്റ്റ് പോർഷനിലും ബാക്കി വരുന്ന 4 ഡിസൈൻസും പല്ലൂരും വരുന്നത് പോലെ 7 ഡിസൈൻസ് വരുന്ന പോലത്തെ ഒരു നല്ല ഭംഗിയുള്ളൊരു ഹാൻഡ് എംബ്രോയ്ഡറി സാരിയാണ്. അപ്പോൾ ഈ സാരിയും ആർക്കെങ്കിലുമൊക്കെ വാങ്ങിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. ഈ ഒരു കളക്ഷനിൽ നമ്മൾ നെക്സ്റ്റ് കാണുന്നത് ഈ ഒരു ബേബി പിങ്ക് ചെക്കോട്ട സാരിയാണ്. ഈ ഒരു ബേബി പിങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു 2 വയലറ്റിൻ്റെ 2 ഷെയ്ഡ്സ് വെച്ചിട്ടൊരു വർക്ക് ചെയ്താണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഗ്രീൻ ആണെങ്കിലും 2 ഷെയ്ഡ്സ് ഉണ്ട്. ഗ്രീൻ ആണെങ്കിലും വയലറ്റ് ആണെങ്കിലും 2 ഷെയ്ഡ്സിലാണ് ചെയ്തിരിക്കുന്നത്. എപ്പോഴും നമ്മൾ ഈ പറഞ്ഞ പോലെ ഷെയ്ഡ്സ് കൂട്ടുവാണെങ്കിൽ, അതായത് ഇപ്പം ഒരേ കളേഴ്സിൻ്റെ ഡാർക്കും ലൈറ്റും ഒക്കെ ഒരുമിച്ച് ചേർക്കുകയാണെങ്കിൽ നമ്മൾ ആ ചെയ്യുന്ന എംബ്രോയ്ഡറിക്ക് കുറച്ചുകൂടി ഒരു ഡെപ്ത്ത് വരും, കുറച്ചുകൂടി ഒരു നല്ലൊരു ഫൈനൽ ലുക്ക് വരും. അതുപോലെ ചെയ്തെടുത്തിരിക്കുന്ന ഒരു വർക്കാണ്. സിമ്പിളായിട്ടുള്ള ലേസി സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ഈ ഒരു ഫ്ലവേഴ്സ് എല്ലാം ചെയ്തിരിക്കുന്നത്. തിക്കായിട്ടുള്ള സാറ്റൻ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് ലീവ്സും ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഈ കൊടുത്തിരിക്കുന്ന കളർ കോമ്പിനേഷൻസാണ്. അതായത് ഞാൻ പറഞ്ഞ പോലെ ഡാർക്കും ലൈറ്റും ഷെയ്ഡ്സ് വെച്ചിട്ട് മിക്സ് ചെയ്ത് അതിനെ ആ ഒരു ക്ലബ് ചെയ്തേക്കുന്നതിൻ്റെ ഒരു ഭംഗിയായി ഒരു ഡിസൈനിൽ ഫുൾ വന്നിരിക്കുന്നത്. അത് അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ളൊരു ബഞ്ചാണ് നമ്മൾ ഈ ഒരു പല്ലു പോർഷനിൽ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പം ഇന്ന് നെക്സ്റ്റ് ഫ്ലവർ വരുന്നത് ഇതിൻ്റെ റണ്ണിങ് പോർഷനിലാണ്. റണ്ണിങ് പോർഷനിൽ വരുമ്പം അത്രയും തിക്കായിട്ടുള്ള ബഞ്ചസ് അല്ലാതെ 2-3 ഫ്ലവേഴ്സും കുറച്ച് ലീവ്സും ഒക്കെ വരുന്ന പോലെ മാത്രം ചെയ്തിരിക്കുന്ന പോലെ ചെറിയ ബഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. ഈ സെയിം ബഞ്ച് ഒരെണ്ണം കൂടി ഇതിൻ്റെ റണ്ണിങ് പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ഫ്ലവറും കൂടെ ഇതുപോലെ റണ്ണിങ് പോർഷൻ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പല്ലുവിൽ ഇതുപോലത്തെ 2 ചെറിയ ഡിസൈൻസും ഒരു വലിയ ഡിസൈനും വരുന്ന പോലെ പല്ലു പോർഷനിൽ വരുന്നത്. നമ്മൾ നേരത്തെ കാണിച്ച 2 സാരിയിലേയും പോലെ പല്ലുവിൻ്റെ എൻഡിൽ വേറെ ഡിസൈൻസ് ഒന്നും കൊടുത്തിട്ടില്ല. ഈ ഒരു നമ്മൾ ആ ഉടുത്ത് വരുമ്പോൾ ഫ്ലീറ്റ്സ് എടുത്ത് വരുമ്പം കാണുന്നൊരു വശത്തെ ആ ഒരു സൈഡിൽ മാത്രമേ ഡിസൈൻസ് കൊടുത്തിട്ടുള്ളൂ. അതുപോലെ ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോൾ നമ്മൾ പല്ലുവിൻ്റെ എൻഡിൽ കണ്ട പോലത്തെ വലിയ 2 ഫ്ലവേഴ്സ് ആണ് ചെയ്തിരിക്കുന്നത്. ഇതുണ്ടോ, പല്ലുവിൻ്റെ എൻഡ് പോർഷനിൽ കണ്ടതുപോലെ ആ ഒരു വലിയ ഫ്ലവർ പാറ്റേൺ ആണ് ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. അധികം വലിയ ഗ്യാപ്പ് ഇടാതെ ഈ 2 ഡിസൈൻസും കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇച്ചിരി റിച്ച് ആയിട്ട് തന്നെ ആ ഒരു ചെസ്റ്റ് പോർഷനിൽ ആ ഒരു ഡിസൈൻ നമുക്ക് തോന്നും. അടുപ്പിച്ച് അത്രയും നല്ല തിക്കായിട്ടുള്ള 2 ഫ്ലവർ ബഞ്ച് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല ഭംഗിയായിരിക്കും. അതുപോലെ പിങ്കിൽ ഈ ഒരു കളർ കോമ്പിനേഷനും നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിൻ്റെ റൈറ്റ് ലെഗ് പോർഷനിലാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. റൈറ്റ് ലെഗ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും നമ്മൾ ബാക്കി സാരിയിലൊക്കെ ചെയ്തതുപോലെ തന്നെ വെർട്ടിക്കലായിട്ട്, അതായത് സ്റ്റാൻഡിങ് പോസിൽ വരുന്നത് പോലെയാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഇതുണ്ട്, വെർട്ടിക്കൽ പോസിൽ നല്ല ഭംഗിയായിട്ട് ആ ഒരു ചെസ്റ്റ് പോർഷനിലും പല്ലു പോർഷനിലും ഒക്കെ കൊടുത്ത ഒരു ഡിസൈൻ
അതുപോലെ തന്നെ ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിലും ചെയ്തെടുത്തിട്ടുണ്ട്. അത്രയും തിക്കായിട്ട് ഇപ്പോൾ ലേസി ഡേസി സ്റ്റിച്ച് ആണെങ്കിലും നല്ല തിക്കായിട്ട് ഓരോ ബഞ്ചും ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് ശരിക്കും ഒരു ആ ലാവൻഡർ ഫ്ലവറിൻ്റെ ഒക്കെ ഒരു ഫീൽ വരുന്ന പോലെ തന്നെ നമുക്ക് ആ ഒരു കളർ കോമ്പിനേഷൻ ആണെങ്കിലും ആ ഒരു പാറ്റേൺ ആണെങ്കിലും ശരിക്കും ലാവൻഡർ ഫ്ലവേഴ്സ് പോലെ തന്നെ ചെയ്തെടുത്തിരിക്കുന്നത്. അതുപോലെ തിക്കായിട്ട് തന്നെ ചെയ്തെടുത്തിരിക്കുന്ന ഈ ഒരു സാരി ബ്ലൗസ് ഇല്ല, സാരി മാത്രമായിട്ട് 5.5 മീറ്റർ സാരി ആയിട്ടാണ് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1575 ആണ്. 1575 പ്ലസ് ഷിപ്പിംഗ് കൂടെ ഇതിനകത്ത് വരും. അപ്പോൾ ഈ സാരി ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. ലാസ്റ്റായിട്ട് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ഡാർക്ക് പീച്ച് കളറിലെ കോട്ടൺ ചെക്കോട്ടയിൽ വരുന്ന സാരിയാണ്. ഡാർക്ക് പീച്ച് കളർ നമ്മൾ പ്ലെയിൻ സാരിയൊക്കെ ആയിട്ട് വെക്കുന്നൊരു ഷെയ്ഡാണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ ചില കളേഴ്സ് ക്യാമറയിൽ കുറച്ച് കറക്റ്റായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റാറില്ല. അങ്ങനത്തെ ഒരു ഷെയ്ഡ് വരുന്നതാണ് ഈ ഒരു പീച്ച് ഷെയ്ഡും. നമുക്ക് അതിൻ്റെ ആക്ച്വൽ ആ ഒരു ലുക്ക് നമ്മൾ കണ്ണ് വെച്ച് കാണുന്ന ആ ലുക്ക് ആയിരിക്കില്ല നമുക്ക് ക്യാമറയിൽ വരുമ്പം. ചെറിയ ലൈറ്റിൻ്റെ ഡിഫറൻസ് കൊണ്ടും പിന്നെ ക്യാമറയിൽ എടുക്കുന്നതിൻ്റെ വ്യത്യാസം കൊണ്ടൊക്കെ കുറച്ചൊരു കളർ ബ്രൈറ്റായിട്ടും ഡള്ളായിട്ടും ഒക്കെ വ്യത്യാസങ്ങൾ വരാറുണ്ട്. എന്താണെങ്കിലും നമുക്ക് എപ്പോഴും പീച്ച് 2 ഷെയ്ഡ്സാണ് ഈ ഒരു കോട്ടൺ ചെക്കോട്ടയിൽ വരാറുള്ളത്. അതിൻ്റെ ഡാർക്കർ പീച്ചാണ് ഇത് വന്നിരിക്കുന്നത്. ഭയങ്കര ഇറിച്ച് നിൽക്കുന്ന കളറൊന്നുമല്ല, എന്നാൽ ലൈറ്റ് പീച്ചിനേക്കാളും കുറച്ചുകൂടി ഒരു പീച്ചിൻ്റെ എലമെൻറ്റ് കൂടി വരുന്ന പോലത്തെ ഒരു ഷെയ്ഡാണ്. ഇതിനകത്ത് ഹാൻഡ് പെയിൻറ്റാണ്, ഫാബ്രിക് പെയിൻറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ അതിനകത്ത് ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് വെച്ചൊരു ബോർഡറൊക്കെ കൊടുത്ത് അതുപോലെ ഒരു യെല്ലോ ഷെയ്ഡ് സെൻറ്ററിലൊരു ഹൈലൈറ്റ് ഒക്കെ കൊടുത്തൊരു ബ്ലൂ കളർ കോമ്പിനേഷനാണ്. എപ്പോഴും നമുക്ക് ഈ പറഞ്ഞ പീച്ച് ബ്ലൂ കോമ്പിനേഷൻ നല്ല ഭംഗിയുള്ള കോമ്പിനേഷൻ. നമ്മളിതിനു മുമ്പ് നമ്മുടെ ഹാൻഡ് എംബ്രോയിഡറി കളക്ഷൻസിലൊക്കെ ആണെങ്കിലും ഇതിനു മുമ്പ് ഈ ഒരു പീച്ച് ബ്ലൂ കോമ്പിനേഷൻസ് കാണിച്ചിട്ടുണ്ട്. അതുപോലത്തെ ആ ഒരു ബ്ലൂവും പീച്ചും കൂടെയുള്ള കോമ്പിനേഷനിൽ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഒരു ഫ്ലവർ പാറ്റേൺ ഈ ഒരു സാരിയിൽ വന്നിരിക്കുന്നത്. കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ സാരീസൊക്കെ ചെക്കോട്ട സാരീസ് വാങ്ങിക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് നല്ല കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഫ്ലവർ ഡിസൈൻസ് ഒക്കെ വെച്ചിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്നൊരു നല്ലൊരു സാരിയാണ്. ഈ ഒരു സാരിയിൽ അതിൻ്റെ പല്ലു പോർഷനിൽ ഇങ്ങനെയൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലിയ ലെങ്തിലല്ല, എന്നാലും ഈ പറഞ്ഞ പോലെ ഈ ഒരു കൈപ്പത്തി വലുപ്പത്തിലൊക്കെ വരുന്ന പോലെ ഡിസൈനാണ് ഇതിൻ്റെ പല്ലുവിൻ്റെ എനിക്ക് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ ഡിസൈൻ ഈ ഒരു പല്ലുവിൻ്റെ തന്നെ റണ്ണിങ് പോർഷനിൽ ചെറിയ വലുപ്പത്തിൽ കുറച്ച് ഒരു 5 ഫ്ലവേഴ്സൊക്കെ വരുന്ന പോലെ ഒരു ചെറിയ സൈസിലാണ് ഈ ഒരു നെക്സ്റ്റ് ഫ്ലവർ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ പല്ലുവിൽ 2 ഫ്ലവേഴ്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നെക്സ്റ്റ് ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും 2 ഫ്ലവേഴ്സാണ് നമ്മൾ ആ പല്ലുവിൽ കണ്ട വലിയ ഫ്ലവർ ഡിസൈൻ 2 എണ്ണമാണ്. വലിയ ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്തതിൽ ആ ഒരു സൈസുള്ള ഡിസൈൻ ആണ് നമ്മൾ ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ 2 എണ്ണം കൊടുത്തിരിക്കുന്നത്. ഇതിനകത്തെല്ലാം ആ ഒരു കളർ കോമ്പിനേഷൻ ഈ പറഞ്ഞ പോലെ ബ്ലൂവും ആ ഒരു പീച്ചൂടുള്ള കളർ കോമ്പിനേഷൻ തന്നെയാണ് ഈ ഒരു വർക്കിൻ്റെ ആണെങ്കിലും ഭംഗി വന്നിരിക്കുന്നത്. നല്ലൊരു കോൺട്രാസ്റ്റ് ചെയ്ത് നമുക്ക് എത്ര ദൂരെ നിന്നാണെങ്കിലും നല്ലതായിട്ട് കാണാൻ പറ്റുന്ന പോലത്തെ ഒരു കളർ കോമ്പിനേഷനാണ് ബ്ലൂവും പിങ്കും പീച്ചും കൂടെ ഉള്ളത്. ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ബ്ലൂ കളർ ബ്ലൗസ് വെച്ചിട്ടോ അല്ലെങ്കിൽ സെൽഫ് കളർ പീച്ച് കളർ ബ്ലൗസ് വെച്ചിട്ടോ ഒക്കെ പെയർ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. ഇതിൻ്റെ റൈറ്റ് ലെഗ് പോർഷനിലാണ് നെക്സ്റ്റ് ഫ്ലവർ വരുന്നത്. റൈറ്റ് ലെഗ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും സ്റ്റാൻഡിങ് പോസിൽ ആ ഒരു സെയിം ഫ്ലവർ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ പല്ലുവിലും ചെസ്റ്റ് പോർഷനിലും ഒക്കെ കാണിച്ച സെയിം ഫ്ലവർ ഡിസൈൻ ഇതിൻ്റെ റൈറ്റ് ലെഗ് പോർഷനിലും ഇതുപോലെ സ്റ്റാൻഡിങ് പോസിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 4 ഈ ഒരു സൈസിലുള്ള ഡിസൈനും ഇതിൻ്റെ ചെറിയ സൈസിലുള്ള ഒരു ഡിസൈനും വെച്ചിട്ട് 5 ഡിസൈൻ വരുന്ന പോലെ ഈ സാരി ചെയ്തിരിക്കുന്നത്. ഈ സാരി വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് 850 റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ ഈ സാരി ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം.
അപ്പോൾ ഈ കാണിച്ച സാരീസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ സാരീസ് ഒക്കെ നമ്മുടെ ചാനലിൽ ഇൻക്ലൂഡ് ചെയ്യണം താല്പര്യമുണ്ട്, നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ ഈ സാരീസ് ഒക്കെ നമ്മുടെ ഓൺ കളക്ഷൻസ് പോലെ തന്നെ ഈ സാരീസ് ഒക്കെ റിപ്പീറ്റഡ്ലി നിങ്ങൾക്ക് വേണം, അതായത് ഇപ്പം നമുക്ക് ഓൾറെഡി ഇരിക്കുന്ന പീസുകൾ സെയിലായി പോവുകയാണെങ്കിലും അതിൻ്റെ റിപ്പീറ്റ് സാരീസ് വേണം എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ നമ്മൾ അതുപോലെ അവർ നമുക്കത് ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഓർഡേഴ്സ് എടുക്കാനാണെങ്കിലും ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ ക്രിസ്മസിൻ്റെ കളക്ഷൻസ് നമ്മുടെ നെക്സ്റ്റ് വീഡിയോസ് തൊട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുക. എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഹാൻഡ് പിക്ക് കളക്ഷൻസ് ആണെങ്കിലും ക്രിസ്മസിൻ്റെ ഹാൻഡ് എംബ്രോയിഡറി, മിഷൻ എംബ്രോയിഡറി കളക്ഷൻസ് ഒക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോസിലൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് താങ്ക് യു ഫോർ വാച്ചിങ്.